ആശകളായിരം ഫ്രം ദ ഡയറക്ടർ ഓഫ് ഒരു വടക്കൻ സെൽഫി. നിവിൻ പോളിയുടെ അജു വർഗീസിൻ്റെ ഒരു സിനിമയാണ് വടക്കൻ സെൽഫി എന്ന സിനിമ. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട പടം. കുറേ വർഷങ്ങൾക്ക് ശേഷം അതേ സിനിമ എടുത്ത ഡയറക്ടർ ജി പ്രജിത്ത് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയായ ആശകളായിരം ഇന്ന് ഞാൻ എൻ്റെ ഫാമിലി കണ്ടു കഴിഞ്ഞ് അതെ ഇന്ന് ഇപ്പോൾ വീഡിയോ എടുക്കാൻ ലേറ്റായെന്ന് കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ എൻ്റെ അച്ഛൻ്റെ നാട്ടിലാണിപ്പോൾ. അച്ഛൻ്റെ നാട്ടിൽ ഇപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് ട്രാവൽ ചെയ്യായിരുന്നു ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഇടാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല. ഇപ്പോഴാണ് സമയം കിട്ടിയത്. അപ്പോൾ അധികം വയ്യാതെ നമുക്ക് സിനിമ കണ്ടതിൻ്റെ അപ്പുറം പറയുകയാണെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ സിനിമ. നല്ലൊരു പക്ക ഫീൽ ഗുഡ് ഒരു സിമ്പിൾ ഒരു ഫാമിലി പടം എന്ന് പറയാം. ഈ സിനിമയുടെ തുടക്കം തൊട്ട്, അതായത് 22 വർഷങ്ങൾക്ക് ശേഷം ജയറാമേട്ടനും കാളിദാസ് പോകുമ്പോൾ വീണ്ടും തിയേറ്റർ സ്ക്രീനിലെത്തുമെന്ന് പറയുമ്പോൾ നമുക്കൊരു നല്ലൊരു സിനിമയായിരിക്കും എന്നൊരു ഉള്ളിലൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. വിചാരിച്ച് കയറി എനിക്ക് ഒട്ടും നിരാശപ്പെടേണ്ടി വന്നില്ല ഈ സിനിമ കണ്ടപ്പോൾ. അവരുടെ രണ്ടുപേരുടെ കോമ്പോ വളരെ എനിക്ക് വർക്കായി സിനിമയിൽ. ജയറാമേട്ടൻ്റെ കുറേ നാൾക്ക് ശേഷമുള്ള കംബാക്ക് എന്ന് പറയാം. വിൻറ്റേജ് ജയറാമേട്ടൻ ഈസ് ബാക്ക് എന്ന് ഞാൻ എടുത്ത് പറയും. സിനിമ വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ ഇതിൽ ജയറാമേട്ടൻ്റെ പെർഫോമൻസ് ആണ് ഏറ്റവും കൂടുതൽ എനിക്കെടുത്ത് പറയാനുള്ളത്. പുള്ളി ഗംഭീരമായിട്ട് കൈകാര്യം ചെയ്തിട്ടെന്ന് ഞാൻ എടുത്ത് പറയാം. ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ള പുള്ളിയുടെ പെർഫോമൻസ് തന്നെയാണ്. അതുപോലെ ഈ സിനിമയിൽ കാളിദാസ് ആണെങ്കിലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം ആശാ ശരത്തും വളരെ നീറ്റായിട്ട് നല്ല ഒരു റോൾ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒപ്പം കൂടാതെ ഇതിൽ ഷറഫുദ്ദീൻ പുള്ളിയുടെ സീൻസൊക്കെ വരുമ്പോൾ തിയേറ്ററിലൊക്കെ പല സീനിലൊക്കെ പുള്ളിയുടെ ഡയലോഗ് പറയുമ്പോൾ ഒരു പക്ക ഒരു കോമഡി സീൻസൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ. പുള്ളിക്കാരൻ ഇതുവരെ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി ഒരു വേറെ ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. ഇച്ചിരി നെഗറ്റീവ് ഷെയ്ഡാണ് പുള്ളിയുടെ റോളിനകത്ത്. എനിക്ക് പക്ഷേ വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ചില സമയത്ത് പുള്ളിയുടെ ഒരു ഡയലോഗൊക്കെ ഒരു കോമഡി അതിൻ്റെ ഒരു ടൈമിങ് ഒക്കെ വളരെ കറക്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ സിനിമയിൽ മറ്റ് അഭിനേതാക്കളും അവരുടെ പെർഫോമൻസ് നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെ മ്യൂസിക് ആണെങ്കിൽ BGM ആണെങ്കിൽ വളരെ നന്നായിട്ട് കണക്ട് ചെയ്തു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൂടാതെ പാട്ടുകളും എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ സിനിമയിൽ ജയറാമേട്ടൻ്റെ പഴയ സിനിമകളുടെ കുറേ റെഫറൻസ് ഉണ്ടായിരുന്നു. അതായത് കൊച്ചു കൊച്ചു സന്തോഷങ്ങളും അതുപോലെ എൻ്റെ വീട് അപ്പുവിൻ്റെയും പിന്നെ അങ്ങനെ പല ജയറാമേട്ടൻ്റെ പഴയ സിനിമയുടെ കുറേ വിൻറ്റേജ് റെഫറൻസൊക്കെ വളരെ നന്നായിട്ട് ഈ സിനിമയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. ഒരു ഫാമിലിയായിട്ട് തന്നെ തിയേറ്റർ തന്നെ പോയി ഫാമിലിയായിട്ട് മസ്റ്റായിട്ട് പോയി തിയേറ്ററിൽ കാണാൻ പറ്റുന്ന ഒരു ഫൺ ഫാമിലി പടം എന്ന് പറയുന്നത് ഒരു സിമ്പിൾ. ഇതിൻ്റെ കഥ തന്നെ വളരെ സിമ്പിളാണ്. അതുപോലെ ഈ സിനിമയുടെ മേക്കിംഗ് ആണെങ്കിൽ ടെക്നിക്സ് ആയിട്ടാണെങ്കിൽ എല്ലാം ഒരുപോലെ മികച്ചതാക്കിയിട്ടുണ്ട്. വടക്കൻ സെൽഫി എന്ന ഡയറക്ടർ വീണ്ടും എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഗംഭീര ഔട്ടിംഗ് ആയിട്ട് ഈ സിനിമ എടുത്തു വെച്ചതെന്ന് ഞാൻ എടുത്ത് പറയാം. അത്രേ ഉള്ളൂ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ നന്നായിട്ട് ഒരു നല്ല സിമ്പിളായൊരു സ്റ്റോറിയാണ്. അതായത് ഒരു സിനിമയ്ക്കുള്ളിൽ സിനിമയെന്ന് പ്രമേയം ആസ്പദമാക്കി അവർ ഈ സിനിമ എടുത്തപ്പോൾ വളരെ അത് നല്ല രീതിയിൽ ജി പ്രജിത്ത് എന്ന ഡയറക്ടർ ഇവിടെ നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ആശകളായിരം എന്ന സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 5-ൽ 4.5 അപ്പോൾ നിങ്ങൾ സിനിമ പലരും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായം നിങ്ങൾക്ക് താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് ആയിട്ട് വരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് ആയിട്ട് ഇനിയും വരാം. അതുവരേക്കും എല്ലാവരും കാത്തിരിക്കുക. ബൈ.